എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തോന്നാറുണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെന്ന്. പക്ഷേ യഥാർത്ഥം എന്താണ്? മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. നമ്മളെ കളിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും കബളിപ്പിക്കുന്നതും എല്ലാം നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. നമുക്ക് തോന്നുന്നതെല്ലാം സത്യമല്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ വല്ലാതെ കബളിപ്പിക്കും. സത്യമല്ലാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളത് വിശ്വസിക്കും. നാം അനുഭവിക്കുന്ന വിഷമവും ആശങ്കയും ഭയവും എല്ലാം മനസ്സിൻ്റെ കളികളാണ്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും, അതായത് നിരാശകളും തെറ്റായ തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് മനസ്സിൻ്റെ 5 വലിയ തെറ്റുകൾ കാരണമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് 5 വലിയ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതോടെ നിങ്ങളുടെ ചിന്താശൈലി തന്നെ മാറ്റാൻ സാധിക്കും. ഒന്നാമതായുള്ള തെറ്റെന്ന് പറയുന്നത് എനിക്കെല്ലാം നിയന്ത്രിക്കണം എന്ന മനുഷ്യൻ്റെ ചിന്തയാണ്. മനസ്സ് പറയുന്ന ആദ്യ കബളിപ്പിക്കലാണിത്. എല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ വേണം. നാം എല്ലാം നിയന്ത്രിക്കാമെന്ന് തോന്നുമ്പോൾ ജീവിതം കൈവശമെന്ന് തോന്നിപ്പോകും. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് നിയന്ത്രിക്കാനാവുന്നത് വളരെ ചെറിയ ഭാഗം മാത്രമാണ്. ഉദാഹരണത്തിന്, നാം കാലാവസ്ഥ നിയന്ത്രിക്കാനാവില്ല. മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ നമുക്ക് നമ്മുടെ പ്രതികരണം നിയന്ത്രിക്കാൻ സാധിക്കും. ഈ തെറ്റിൻ്റെ ഫലമായി മനുഷ്യൻ നിരാശപ്പെടുന്നു, കോപിക്കുന്നു, അനാവശ്യമായ ആത്മവേദന അനുഭവിക്കുന്നു. അവൻ പ്രതീക്ഷിക്കുന്നത് എല്ലാം തൻ്റെ ഇഷ്ടപ്രകാരം പോകണമെന്നാണ്. പക്ഷെ ലോകം അങ്ങനെ പ്രവർത്തിക്കില്ല. നിനക്ക് നിയന്ത്രിക്കാനാവുന്നത് നിന്നെ മാത്രമാണ്. മറ്റെല്ലാം ജീവിതത്തിൻ്റെ പ്രവാഹത്തിലാണ്. അത് സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം കിട്ടുന്നത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അവസരം വരുമ്പോൾ പ്രവർത്തിക്കുക, പക്ഷേ എല്ലാ ഫലങ്ങളും നിയന്ത്രിക്കാമെന്ന് കരുതരുത്. ഇനി ഉദാഹരണത്തിനൊരു ചെറു കഥ കൂടി കേൾക്കാം. ഒരു രാജാവ് തൻ്റെ രാജ്യം എല്ലായിടത്തു നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ പോലും യുദ്ധത്തെക്കുറിച്ചായിരുന്നു ചിന്ത. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ തകർത്തത് പുറമേയുള്ള ശത്രുക്കളായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഉള്ളിലെ ഭയമായിരുന്നു. ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതിൻ്റെ പാഠം. കാരണം നിശ്ചലമായ മനസ്സാണ് യഥാർത്ഥ ശക്തി എന്നത്. രണ്ടാമതായുള്ള മനസ്സിൻ്റെ തെറ്റെന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കണം എന്നതാണ്. എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്ന മനുഷ്യൻ്റെ ചിന്ത, ഈ പ്രതീക്ഷ തന്നെയാണ് ജീവിതത്തിലെ നിരാശയുടെ പ്രധാന കാരണവും. നമുക്ക് തോന്നുന്നത് നാം ശരിയാണെന്നാണ്, അതുപോലെ തന്നെ എന്നെ എല്ലാവരും കാണുമെന്നും വിചാരിക്കുന്നു. പക്ഷേ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ, ഭയങ്ങൾ, മൂല്യങ്ങൾ അവയിലൂടെ മാത്രമാണ് നമ്മെ കാണുന്നത്. ഉദാഹരണത്തിന്, ഒരു കണ്ണാടി 10 പേർക്ക് മുന്നിൽ വയ്ക്കുകയാണെങ്കിൽ ഓരോരുത്തരും അവരുടെ മുഖം മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ തന്നെയാണ് അവർ നമ്മെ കാണുമ്പോഴും അവരുടെ ലോകത്തിൽ നിന്നാണ് നമ്മെ കാണുന്നത്. അതുകൊണ്ട് അവർ നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം, വിലക്കുറച്ച് കാണാം, അല്ലെങ്കിൽ വിമർശിക്കാം. അതുകൊണ്ട് ആന്തരിക സമാധാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ നിന്നും തേടരുത്. നീ നിനക്കുള്ള സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലോകം അത് നാളെയോ മറ്റന്നാളോ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, എല്ലാവരും എന്നെ വിമർശിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് കല്ലെറിഞ്ഞവരെ മാറ്റാനാകില്ല, പക്ഷെ നീ നിൽക്കുന്ന സ്ഥലം നിനക്ക് മാറ്റാനാകും. നാം പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് ജീവിക്കുന്നു. അവർ ചിരിക്കുമോ, അവർ എന്ത് വിചാരിക്കും, അവർ എങ്ങനെ എന്നെ കാണും, ഈ ചിന്തകളാണ് നമ്മെ തളർത്തുന്നത്. ഈ കഥയിൽ ബുദ്ധൻ നൽകിയ പാഠം എന്തെന്നാൽ, മറ്റുള്ളവർ പറയുന്നതല്ല നീ ചിന്തിക്കുന്നതും നിനക്ക് മനസ്സിലാകുന്നതുമാണ് നീ എന്നതാണ്. മനസ്സിൻ്റെ മൂന്നാമത്തെ വലിയ തെറ്റെന്തെന്നാൽ, ഞാൻ സന്തോഷവാനാകാൻ ചില കാര്യങ്ങൾ കിട്ടിയേ മതിയാകൂ എന്നതാണ്. മനസ്സ് പറയുന്ന ഏറ്റവും വലിയ കബളിപ്പിക്കലാണിത്. എനിക്ക് സന്തോഷം കിട്ടാൻ ഈ കാര്യങ്ങളില്ലാതെ പറ്റില്ല. അത് പണമായിരിക്കാം, അല്ലെങ്കിൽ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാനമായിരിക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ആ സന്തോഷം കുറച്ച് ദിവസം മാത്രമേ നിലനിൽക്കൂ. അതിന് കാരണം മനസ്സെപ്പോഴും അടുത്തത് അന്വേഷിക്കും എന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് കാറ് വേണം, നാളെ അത് വലിയ കാർ. ഇതൊരു നെവർ എൻഡിങ് ലൂപ്പാണെന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥ സന്തോഷം നിലവിലെ നിമിഷം തിരിച്ചറിയുന്നതിലാണ്. അതിപ്പോഴും നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്, പക്ഷെ നിങ്ങളത് പുറത്തുനിന്ന് തേടിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വഞ്ചന കൂടിയാണിത്, സന്തോഷം മറ്റെവിടെയുണ്ട് എന്നത്. ഒരു മനുഷ്യനൊരിക്കൽ ബുദ്ധനെ സമീപിച്ചു. ഗുരുവേ, ഞാൻ എല്ലായിടത്തും സന്തോഷം തേടി നടക്കുകയാണ്, എവിടെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അത് നീ കൊണ്ടുപോയിട്ടില്ലാത്തതിനാലാണ്. അത് നീ തന്നെയാണ്. പണം, ബന്ധങ്ങൾ, സ്ഥാനം, അധികാരം ഇവയൊക്കെ സന്തോഷത്തിൻ്റെ വഴികളാണെന്ന് മനസ്സ് പറയുമ്പോഴും സന്തോഷം എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ബുദ്ധൻ പറഞ്ഞ പാഠം, നിന്റെ മനസ്സിനെ പുറത്തേക്കല്ല ഉള്ളിലേക്കാണ് തിരിക്കേണ്ടത്. മൗനത്തിലിരിക്കുക, ശ്വാസം കേൾക്കുക, അത് തന്നെയാണ് യഥാർത്ഥ സമാധാനവും. നാലാമത്തെ തെറ്റെന്തെന്നാൽ, എൻ്റെ ചിന്തകളെല്ലാം സത്യമാണെന്ന് മനുഷ്യൻ്റെ വിശ്വാസമാണ്. നമ്മുടെ മനസ്സ് ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം സത്യമെന്ന് കരുതുന്നു. അതാണ് നാലാമത്തെ വലിയ തെറ്റ്. ഞാൻ പരാജിതൻ, എനിക്ക് കഴിവില്ല, അവൻ എന്നെ വെറുക്കുന്നു. ഇവയൊക്കെ വെറും ചിന്തകളാണ്, സത്യങ്ങളല്ലെന്ന് നാം മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഒരു മേഘം ആകാശത്ത് കറങ്ങുന്നത് പോലെ ചിന്തകളും കടന്നു പോകുന്നവ തന്നെയാണ്. നമ്മൾ മേഘത്തെ പിടിച്ചു വെക്കുന്നില്ല, അങ്ങനെ ചിന്തകളെയും പിടിച്ചു വെക്കരുത്. എപ്പോഴെങ്കിലും നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക, ഇതൊരു സത്യമാണോ, അതോ ഞാൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കഥകളാണോ? മിക്കവാറും അതൊരു കഥകൾ മാത്രമായിരിക്കും.
ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു നിമിഷം നശിപ്പിക്കാം, പക്ഷെ ആ നിമിഷം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കണം. നാം പലപ്പോഴും ഈ നിമിഷം നഷ്ടപ്പെടുത്തുന്നു, കാരണം നമ്മുടെ മനസ്സ് മറ്റൊരിടത്താണ് ഇരിക്കുന്നത്. ജീവിതം ഇപ്പോഴാണ്. ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കാനും സന്തോഷിക്കാനും ശ്രമിക്കുക. അതാണ് 4ാമത്തെ തെറ്റ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. 5ാമതായി, കഴിഞ്ഞുപോയ കാലം എന്നെ നിർവചിക്കുമെന്ന മനുഷ്യൻ്റെ തെറ്റായ വിശ്വാസം. മനുഷ്യൻ തൻ്റെ പഴയ പിഴവുകൾ, പരാജയങ്ങൾ, വേദനകൾ എല്ലാം ചുമന്നു നടക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസരങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നു. എന്നാൽ സത്യം എന്തെന്നാൽ, നീ ഇന്നലെ ചെയ്ത പിഴവുകൾ നീ തന്നെയാണ്, പക്ഷെ അവ നിനക്കൊരു പാഠം മാത്രമാണ്. അവ ചുമന്ന് നിന്റെ ജീവിതം തീർക്കേണ്ട ആവശ്യമേ ഇല്ല. ജീവിതം ഇപ്പോഴാണ് നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പുതിയ കഥ എഴുതാനും സാധിക്കും. നമ്മുടെ മനസ്സെന്നത് വലിയൊരു ശക്തിയാണ്, പക്ഷെ അതേസമയം അതാണ് ഏറ്റവും വലിയ കബളിപ്പിക്കലിൻ്റെ കലാകാരനും. ഈ 5 തെറ്റുകൾ തിരിച്ചറിയുമ്പോഴാണ് ആത്മബോധം ആരംഭിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കണമെന്ന ചിന്തയും, എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്ന പ്രതീക്ഷയും, സന്തോഷം പുറത്ത് അന്വേഷിക്കുകയും, ചിന്തകളെ സത്യമെന്ന് കരുതൽ, പഴയ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കൽ. ഈ 5 വസ്തുതകൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് കൂടുതൽ ശാന്തനാകാനും ആത്മവിശ്വാസം വളർത്താനും മനസ്സ് ശുദ്ധമാക്കാനും സാധിക്കും. മനസ്സിനെ തോൽപ്പിച്ചാൽ ജീവിതം ജയിക്കാം എന്നുകൂടി പറയുന്നുണ്ട്. ഈ തെറ്റുകളെ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം ലഭിക്കും. ജീവിതം അത്രയും കഠിനമല്ല, മനസ്സാണ് അതിനെ കഠിനമാക്കുന്നത്. നിങ്ങൾ മനസ്സിൻ്റെ അടിമയല്ലെന്നും തിരിച്ചറിയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.